നമസ്കാരം. ഇറാനെ സമ്പൂർണ്ണമായി നശിപ്പിച്ചു, ഇറാൻ പരാജയപ്പെട്ട രാഷ്ട്രമായി, ഇനി അവർക്ക് അവസാനിപ്പിച്ച് പൊടിതട്ടി പോവാം എന്ന് പറഞ്ഞ ട്രംപിനെ ഇപ്പോൾ എവിടെയും കാണാനില്ല. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നെതന്യാഹു, മൂപ്പരുടെ പൊടി പോലും 2 ദിവസമായിട്ട് കാണാനില്ല. ഇറാൻ ആക്രമണം ഒരു തീരുമാനമായിട്ട് അവസാനിപ്പിക്കൂ എന്നാണ് ട്രംപിന് പിന്നാലെ നെതന്യാഹു പറയുന്നത്. ട്രംപ് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നാൽ നെതന്യാഹു സമ്മതിക്കുകയുമില്ല എന്നതാണത്രേ ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ അവസ്ഥ. ഇന്നത്തെ ദിവസം നമ്മൾ സമീപിക്കുമ്പം US-നെ സംബന്ധിച്ച് ഞെട്ടലുകളുടെ ദിവസമാണ്. 5 ഞെട്ടിക്കൽ നീക്കങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ഈ 5 നീക്കങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. ഒന്നാമത്തേത്, മുസ്തഫയുടെ ആദ്യത്തെ പ്രസ്താവന വന്നു എന്നതാണ്. ഇറാൻ്റെ പരമാധികാരിയായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസ്താവന. അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതിന് പിന്നാലെ ആര് ആ ചുമതലയിലേക്ക് വന്നാലും ഉടൻ കൊല്ലും എന്ന ഇസ്രായേലിൻ്റെ ഭീഷണിക്ക് പുല്ലുവില കൊടുത്താണ് മുജ്തബയെ ഇറാൻ പരമോന്നത നേതാവായി വാഴിച്ചു എന്ന് മാത്രമല്ല, രാജ്യകാര്യങ്ങളിൽ നിലപാട് പറയാനും തുടങ്ങിയത്രേ. മുജ്തബയുടെ എഴുതി നൽകിയ സന്ദേശം ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി അവതാരകർ ആണ് ഇന്ന് വായിച്ചത്. അതേസമയം ടെലിവിഷനിൽ നേരിട്ടെത്താത്തത് അദ്ദേഹത്തിനേറ്റ പരിക്കുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിലേക്ക് നയിക്കുന്ന ചർച്ചകൾക്ക് വഴിവെച്ചു. ഈ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ വധഭീഷണി നിലവിലുള്ളതിനാൽ അത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വഴിയൊരുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള തന്ത്രമായും ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും മുസ്തഫ രംഗത്തെത്തിയിട്ടും പിന്നാലെ പോകാനോ അവിടെ ആക്രമണം പഴയ ഖൊമേനിയെ, അയത്തുള്ള അലി ഖൊമേനിയെ വധിച്ചതുപോലെ ഉള്ളതുള്ള നീക്കങ്ങൾ നടത്താനോ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന ഇറാൻ ടെലിവിഷനിലൂടെ വന്നത് അക്ഷരാർത്ഥത്തിൽ US ഇസ്രായേൽ സഖ്യത്തിന് ഞെട്ടലാണ്. യുദ്ധത്തിൻ്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ ലോകം ഉറ്റുനോക്കിയ മുജ്തബയുടെ പ്രസ്താവന ഇറാൻ്റെ ഉറച്ച നിലപാട് പ്രഖ്യാപനം കൂടിയായി മാറി. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ മുജ്തബ ഇറാനെ ആക്രമിച്ചവർക്കെതിരെ ഒരുമയോടെ നിൽക്കണം എന്നും ദേശീയ ഐക്യം അനിവാര്യമായ കാലമാണ് എന്നും പറഞ്ഞു. ലോകത്തിൻ്റെ സുപ്രധാന ധമനിയായ ഹോർമൂസ് കടൽപാത ഇറാന്റെ ശത്രുക്കളെ സമ്മർദ്ദത്തിലാക്കാൻ തുടർച്ചയായി അടച്ചിട്ടിരിക്കും. പ്രദേശത്തുള്ള എല്ലാ അമേരിക്കൻ താവളങ്ങളിലും ഉടൻ അടച്ചിട്ടില്ലെങ്കിൽ ആക്രമണമുണ്ടാകും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ അയൽരാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ പ്രദേശത്തെ അമേരിക്കൻ താവളങ്ങളിൽ ആക്രമണങ്ങൾ തുടരും എന്നും മുജ്തബ പറഞ്ഞു. ഖമനേയി രാജ്യത്തിൻ്റെ സൈന്യത്തിന് നന്ദി പറഞ്ഞതുകൂടി ശ്രദ്ധേയമാണ്. ആക്രമണത്തിനിടയിൽ ഇറാൻ കീഴടക്കപ്പെടുന്നതോ വിഭജിക്കപ്പെടുന്നതോ തടഞ്ഞതിന് അവരെ പ്രശംസിച്ചു അദ്ദേഹം. ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ കീഴടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിനും വിഭജിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിനും നീക്കം നടത്തിയ സൈന്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. പ്രതിരോധിച്ചു നിന്നതിന് പ്രശംസ അർപ്പിച്ചു. ഞങ്ങളുടെ രാജ്യം സമ്മർദ്ദത്തിലും ആക്രമണത്തിലുമായിരിക്കുമ്പോൾ ധീരമായി പോരാടുന്ന ധീരരായ യോദ്ധാക്കൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം കൺക്ലൂഷനായി പറഞ്ഞത്. ഇറാൻ പോരാട്ടം തുടരും എന്ന പ്രതിജ്ഞയും അദ്ദേഹം എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഞെട്ടലിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ഇറാൻ US-നെ ഞെട്ടിച്ചത് ഇറാൻ ഇങ്ങോട്ട് നിബന്ധന വെച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച തുറന്നുവിട്ടു എന്നിടത്താണ്. ഇറാൻ പൂർണ്ണമായി നശിച്ചു എന്നും ഇനി അവർ പിരിഞ്ഞു പോയിക്കോളും എന്ന മട്ടിലാണ് ട്രംപ് ഒടുവിൽ പ്രതികരിച്ചത്. എന്നാൽ യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലും ഇറാനുമാണ് എന്നും നിർത്തേണ്ടത് എപ്പോൾ എങ്ങനെയെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നായിരുന്നു ഇറാൻ തിരിച്ചടി. അത് പക്ഷേ ട്രംപ് അത്ര സീരിയസ് ആയി എടുത്തിരുന്നുമില്ല. എന്നാൽ യുദ്ധം ലോകത്തിൻ്റെ അടുക്കളകളിലേക്ക് കൂടി വ്യാപിച്ചതോടെ സമാധാനത്തിനായി ലോകത്താകെ മുറവിളി ഉയരുകയാണ്. ഈ സാഹചര്യത്തിലെങ്കിലും ഇറാൻ നിലപാടിൽ ഇളവ് വരുത്തും എന്നാണ് US-ഉം ഇസ്രായേലും കരുതിയത്. എന്നാൽ യുദ്ധം നിർത്താം, പക്ഷേ അതിനായി 3 നിബന്ധനകൾ ഉണ്ട് എന്ന നിലപാടുമായി ഇറാൻ രംഗത്തെത്തി. ഇത് അക്ഷരാർത്ഥത്തിൽ US-നെ ഞെട്ടിക്കുന്നതായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X-ലൂടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനാണ് നിബന്ധനകൾ മുന്നോട്ട് വച്ചത്. 3 നിബന്ധനകൾ. 1. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക. 2. യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക. 3. ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പ് നൽകുക. ഇത്രയും ഉറപ്പുകൾ കിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് പെഷസ്ക്യാന്റെ ഉറപ്പ്. യുദ്ധം ആരംഭിച്ചത് US-ഉം ഇസ്രായേലുമാണെങ്കിലും അവസാനിപ്പിക്കുന്ന കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന പ്രസ്താവനയുടെ ഒരു അടിക്കുറിപ്പ്. അതിന് പിന്നാലെ ഈ ഉപാധി. സമാധാന ചർച്ചകൾക്കിടയിലും തങ്ങളുടെ തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന ഇറാൻ സൈന്യത്തിൻ്റെ മുന്നറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം ഒഴിവാക്കാൻ അയൽരാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യ, പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചകളിലും ഈ നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് പെഷസ്ക്യാന്റെ ഉപാധി പരസ്യമാക്കിയ
നടപടി. സയനിസ്റ്റ് ഭരണകൂടവും അമേരിക്കയും ചേർന്നാണ് യുദ്ധത്തിന് തിരികൊളുത്തിയത് എന്നും അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നും പെഷസ്കിയാൻ അതിനോടൊപ്പം പറയുന്നു. ഇനി മൂന്നാമത്തെ ഞെട്ടലാണ് ഇറാൻ സൈന്യത്തിൻ്റെ മുന്നറിയിപ്പിലുള്ള അമേരിക്കയുടെ ഞെട്ടൽ. നിലവിൽ US-ഉം ഇസ്രായേലും ഇറാന്റെ അവശ്യ മേഖലകളിലേക്കാണ് ആക്രമണം വ്യാപിപ്പിച്ചത്. ജലസംഭരണികൾ, എണ്ണ സംഭരണശാലകൾ മുതലായ ഇടങ്ങളിലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ തുറമുഖവും ലക്ഷ്യം വെക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ വരുന്നത്. പക്ഷേ തുറമുഖം ആക്രമിച്ചാൽ തിരിച്ചടി കനത്തതാകും എന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഗൗരവതരമാണ്. ഇറാന്റെ തുറമുഖം ആക്രമിച്ചാൽ തിരിച്ചടി ആലോചിക്കുന്നതിനപ്പുറത്തായിരിക്കുമെന്ന് സായുധ സേനാ വക്താവ് അബുൽ ഫസൽ ഷെക്കർജി പറഞ്ഞു. US ഇറാൻ തുറമുഖം ആക്രമിച്ചാൽ പേർഷ്യൻ ഗൾഫിലെ ഒരു തുറമുഖവും സാമ്പത്തിക കേന്ദ്രവും ഇറാന്റെ പരിധിക്ക് അപ്പുറമാകില്ല എന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ തുറമുഖങ്ങൾ ഭീഷണിയിലായാൽ മേഖലയിലെ എല്ലാ തുറമുഖങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായിരിക്കും എന്നാണ്. മേഖലയിലെ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കക്കാരെ പുറത്താക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഷെക്കർജിയുടെ ഈ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു പെഷസ്കിയാന്റെ 3 നിബന്ധനകൾ എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിന് പിന്നാലെ അമേരിക്കയ്ക്കും കനത്ത നാശനഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഇറാൻ സേന ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഒടുവിലത്തെ അമേരിക്കയെ ഞെട്ടിച്ച ഒരു ആക്രമണം ഉണ്ടായത് ഇറാഖിലാണ്. ഇറാഖ് തീരത്ത് 2 US എണ്ണ ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇറാഖിന്റെ അൽ ഫറോ തുറമുഖത്തിനടുത്താണ് വാണിജ്യ ടാങ്കറുകളെ ഇറാൻ ആക്രമിച്ചത്. ഇറാഖിലെ തെക്കൻ നഗരമായ ബസ്രക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ആഴക്കടൽ തുറമുഖമാണിത്. US ഉടമസ്ഥതയിലുള്ള കപ്പലും ആക്രമിക്കപ്പെട്ടു. കപ്പലുകളിൽ വൻ സ്ഫോടനം നടക്കുന്നതിൻ്റെയും തീപിടിച്ചതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ഇറാനെയും ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്നത് നിർത്താൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം രൂപപ്പെടുത്തുന്നതിനാണത്രേ ഇറാന്റെ നീക്കം. ഇതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ തീരുമാനിച്ചു എന്ന ആശ്വാസകരമായ റിപ്പോർട്ട്, നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായി രാജ്യങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകളെ കടത്തിവിട്ടു ഇറാൻ എന്നാണ് വാർത്തകൾ. ഇന്ധന പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമായാൽ ആശ്വാസകരമാകും. പക്ഷേ US ഇസ്രായേൽ കപ്പലുകൾ ആക്രമിക്കുന്നത് തുടരും എന്ന മുജ്തബയുടെ പ്രസ്താവനയുടെ സാഹചര്യത്തിൽ യുദ്ധ സാഹചര്യം സങ്കീർണമാണ് എന്നത് ഉറപ്പാണ്. ഇനി നാലാമത്തെ കാര്യം, അയൺ ഡോമിനെ വരെ മറികടക്കുന്ന ഇറാന്റെ ആയുധശേഷിക്കേറ്റ ആഘാതമാണ്, ഞെട്ടലാണ് നാലാമത്തേത്. US-ഉം ഇസ്രായേലും നിലവിൽ തങ്ങളാലാവും വിധം ആക്രമിക്കുന്നുണ്ട്. 2500ഓളം പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്ക്. എന്നാൽ ഇറാൻ വീര്യം ചോരാതെ തിരിച്ചടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ടെല്ലവീവിൽ ഇസ്രായേൽ പോലെ പ്രതിരോധിച്ചിട്ടും നാശനഷ്ടമുണ്ടാക്കുന്ന ആക്രമണം ഇറാൻ നടത്തുന്നു. അയൺ ഡോം മാക്സിമം പ്രതിരോധം തീർക്കുമ്പോഴും ഇസ്രായേലിലും മരണങ്ങളടക്കം ഉണ്ടാകുന്ന കനത്ത ആക്രമണം. നെതന്യാഹുവിനെ 2 ദിവസമായി പരസ്യവേദിയിൽ പോലും കാണാത്തത് ഇസ്രായേലിനെ പ്രതിരോധത്തിൽ ആക്കുന്ന വ്യാജ പ്രചരണത്തിന് വരെ കാരണമായി. ഇസ്രായേലിനെയും US-നെയും മാത്രമല്ല, ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അടക്കം അന്തിപ്പിക്കുന്നത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാനാകാതെ വലയുകയാണ് ഇരു സൈന്യവും. ഗൾഫ് മേഖലയിലെ ആക്രമണങ്ങളിൽ വ്യോമതാവളങ്ങൾ കേന്ദ്രീകരിച്ച് അമേരിക്കയ്ക്ക് വൻ സന്നാഹമുണ്ട്. ഒരുപക്ഷെ US-ലുള്ളതിന് സമാനമായ സൗകര്യങ്ങൾ. അതുപോലെ ടെല്ലവീവിൽ ഇസ്രായേൽ നേരത്തെ പ്രകടിപ്പിക്കുന്ന പ്രതിരോധ തന്ത്രത്തിലെ മികവുകളെല്ലാം പാളിപ്പോവുകയാണ്. ഇറാന്റെ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു. ഇസ്രായേലിന്റെ അയൺ ഡോമുകളുടെ ബലത്തിലുള്ള താൻ പൊരിമയ്ക്ക് മേലാണ് ഇറാന്റെ ആക്രമണങ്ങൾ ഓരോന്നും പതിക്കുന്നത്. ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യകളെ പോലും പരാജയപ്പെടുത്തി ഇറാൻ മിസൈലുകൾ എങ്ങനെ ലക്ഷ്യപ്രാപ്തിയും കൃത്യതയും കൈവരിക്കുന്നു എന്നതാണ് ലോകരാജ്യങ്ങൾക്കിടയിലെ ഒരു ചൂടുള്ള ചർച്ച. മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കുന്നതിന് ഇറാൻ ചൈനയുടെ സഹായം തേടി എന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ബെയ്ദു സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനമാണത്രേ മിസൈലുകളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള GPS-ന് ബദലായി ചൈന വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഇറാനിയൻ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യസ്ഥാനങ്ങൾ കൂടുതലായി കൃത്യതയോടെ കണ്ടെത്താൻ സഹായിക്കുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയുടെ യുദ്ധ സാഹചര്യത്തിൽ GPS സിഗ്നലുകൾ തടസ്സപ്പെടുമ്പോൾ ബെയ്ഡു നൽകുന്ന സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങൾ ഇറാൻ പ്രയോജനപ്പെടുത്തുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതിരോധ കാര്യങ്ങളിലെ ആധിപത്യം മൂലം ആധുനിക യുദ്ധമുറകളിൽ മുന്നേറാൻ കഴിയില്ല എന്നും അതിനെ മറികടക്കാൻ ഇത്തരം സഹകരണങ്ങളിലൂടെ സ്വതന്ത്ര സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കേണ്ടി വരുമെന്നും ഇറാൻ അക്കാര്യത്തിലാണ് വിജയിച്ചിരിക്കുന്നത് എന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നു. ഇനി 5ാമത്തെ ഞെട്ടൽ,
ട്രംപിന് സമ്മാനിക്കുന്നത് കൂട്ടുകാരൻ നെതന്യാഹു തന്നെയാണ്. യുദ്ധത്തിനിറങ്ങി തിരിച്ചിട്ട് അത് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ നെതന്യാഹു സമ്മതിക്കുന്നില്ലത്രേ. എല്ലാം തീർന്നിട്ട് മതി എന്നാണത്രേ ഇസ്രായേലിന്റെ നിലപാട്. ഇപ്പോഴത്തെ കുരുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് തള്ളിവിടുന്ന യുദ്ധക്കൊതിയന്റെ അത്യാഗ്രഹം. പക്ഷേ ട്രംപ് എന്തു ചെയ്യും? യുദ്ധ ചരിത്രത്തിൽ അമേരിക്ക ഇതുപോലെ കുരുങ്ങിയ, അതായത് വളരെ പെട്ടെന്ന് കുരുങ്ങിയ സംഭവം മുമ്പുണ്ടായിട്ടില്ല. ആക്രമണാനന്തരം അവർ തന്നെ തീരുമാനിച്ച് യുദ്ധം നിർത്തുക, അല്ലെങ്കിൽ പകരം ഭരണകൂടത്തെ നൂലിൽ കെട്ടിയിറക്കി അവരെ അവിടെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിട്ടോളുക. ഇതാണ് പരിപാടി. ഇറാനിൽ പക്ഷേ കാര്യങ്ങൾ പിഴച്ചു. അതുകൊണ്ടാണ് ഇറാനിൽ സർവ്വതും നശിച്ചു, യുദ്ധം തീർന്നു എന്നെല്ലാം പറഞ്ഞ് ട്രംപ് കൈയൊഴിയാൻ നോക്കിയത്. പക്ഷേ ട്രംപിനെ ഞെട്ടിക്കുന്നത് ഇസ്രായേലിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാടാണ്. യുദ്ധം അവസാനിക്കുന്നതായി നെതന്യാഹു കരുതുന്നില്ലത്രേ. ഇതുവരെ ട്രംപിൻ്റെ നിലപാടിനോട് പ്രതികരിച്ചിട്ടും ഇല്ല. ഇറാന്റെ സൈനിക ശേഷിയും മേഖലയിലെ സ്വാധീനവും പൂർണ്ണമായി തകർക്കും വരെ യുദ്ധം തുടരും എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട് എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് വിജയിച്ചു എന്ന് പറയുമ്പോഴും ഇസ്രായേൽ പിന്മാറുന്നില്ല. ലക്ഷ്യം പൂർത്തിയാകും വരെ പോരാടാനാണ് പരിപാടി. ഇറാനും യുദ്ധം നിർത്താനുള്ള നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നു. US ഇത് കുരുക്കാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ ആരംഭിച്ചതാണ് ആക്രമണം. US അവരെ പിന്തുണച്ച് ഒപ്പം ചേർന്നതാണ്. പെട്ടെന്ന് തീർത്തു തരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. എന്നാൽ യുദ്ധം ഒട്ട് തീരുന്നില്ല. പിൻവാങ്ങാൻ വിചാരിക്കുമ്പോൾ നെതന്യാഹു പിന്മാറുന്നില്ല എന്നർത്ഥം. ഇസ്രായേൽ അമേരിക്കയും കൊണ്ടേ പോകൂ എന്ന മട്ടിലാണ്. എതിരാളിയുടെ അന്ത്യം കാണാൻ സ്വയം നശിച്ചാലും കുഴപ്പമില്ല എന്ന യുദ്ധക്കൊതിയൻ്റെ അടങ്ങാത്ത ചോരക്കൊതി. എന്തായാലും ഇറാൻ മറ്റൊരു ഗാസയല്ല എന്ന വസ്തുത തിരിച്ചറിവ് ട്രംപിനും US-നും ഉണ്ട്. ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഇരുവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്. എന്തു സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.